ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകിയാൽ സ്തോത്രം ചെയ്ത വചനം റിസീവ് ചെയ്യുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം പറയുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകൃപ കൂടെയിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിൻ്റെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സന്തോഷമുള്ള ഒരു കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ചില ആത്മീയ സത്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത്, എനിക്ക് ദൈവസഭയിൽ പറയാൻ പ്രേരണ തോന്നിയ ചില ആത്മീയ സത്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ആത്മീയ സത്യങ്ങൾ സ്വീകരിക്കുകയും അറിയുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നതിൻ്റെ, അത് ഏറ്റുപറയുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് പ്രസ്താവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് അജ്ഞരായിരിക്കരുത്. പ്രധാനപ്പെട്ട സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പം ഈ രാജ്യത്തിലൊരു പൗരന് ലഭിക്കേണ്ട പദവികളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിവില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അജ്ഞതയിൽ അതിൻ്റെ പ്രിവിലേജുകൾ അനുഭവിക്കാതെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. ശുഷ്കമായി ജീവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന, ദൈവരാജ്യത്തിൽ തന്നിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് വേണം. അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാപിക്കണം. കേവലം ഒരു വചനമായൊരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് പോലെയല്ല, അതൊരു ആത്മീയ വെളിപ്പാടായി നമ്മൾ സ്വീകരിക്കണം. അത് നമ്മളോട് തന്നെ, അല്ലെങ്കിൽ നമ്മളത് ഉറക്കെ പ്രഖ്യാപിക്കണം ചില ഘട്ടങ്ങളിൽ. വാസ്തവത്തിൽ പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നടക്കുന്നത്. ശരിയല്ലേ? നമ്മൾ സത്യത്തിൽ, അതാണ് അതിൻ്റെ ആ ശക്തി വ്യാപരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ആത്മീയ സത്യങ്ങൾ അറിയുകയും അത് അനുഭവിക്കുകയും ചെയ്യാൻ, അത് പ്രസ്താവിക്കാൻ, അത് ഏറ്റുപറയാൻ നമ്മൾ മടി കാണിക്കരുത്. കാരണം എന്താണ്? ഈ ലോകം മുഴുവനും വഞ്ചനകൾ കൊണ്ട് നിറഞ്ഞൊരു ലോകമാണ്. എവിടെ തിരിഞ്ഞാലും സത്യമാണോ നുണയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വഞ്ചനകളാണ്. കള്ളം പറയുന്നത് സത്യം പറയുന്നത് പോലെ പറയും. ചിലർ സത്യം പറയുന്നത് കള്ളം പറയുന്ന പോലെ പറയും. ഇത് രണ്ടും തെറ്റാണ്. വഞ്ചനകൾ നിറഞ്ഞ പകുതി നുണ അല്ലെങ്കിൽ പകുതി സത്യം. പകുതി സത്യം നുണയാണ് കേട്ടോ. സത്യം പോലെ തോന്നിക്കുന്നത് നുണയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ, 30 വർഷം മുമ്പ് നമ്മൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളൊക്കെ ഇന്ന് എവിടെ? കുടുംബങ്ങളെക്കുറിച്ചുള്ള കുഞ്ഞുങ്ങളുടെ സങ്കല്പങ്ങൾ ഇന്ന് എവിടെ? ദൈവവചനത്തിൻ്റെ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സത്യം എത്ര പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളായവർ സത്യം അറിയുകയും നമ്മെ സ്വതന്ത്രമാക്കുന്ന സത്യത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, അത് നമ്മൾ പ്രസ്താവിക്കുന്നതിൻ്റെ, അത് ഏറ്റുപറയുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ആത്മാവിനൊരു നങ്കൂരം തരും. അത് നമ്മെ ശക്തീകരിക്കും. അത് ദൈവികമായ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും.
അപ്പോൾ തന്നെ അങ്ങനെ കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ ആത്മീയ അധികാരത്തിൽ നടക്കാൻ പഠിക്കുന്നത്, ആത്മീയമായ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ പഠിക്കുന്നത്, വിജയത്തിൽ നടക്കാൻ പഠിക്കുന്നത്. അതിനൊക്കെ നമ്മളെ സഹായിക്കണമെങ്കിൽ ദൈവിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക മാത്രം പോരാ, അറിയുക മാത്രം പോരാ, അത് നമ്മൾ പ്രസ്താവിക്കണം. ആമേൻ. അത് നമ്മൾ പ്രഘോഷിക്കണം. നിങ്ങളോട് പറയാറുണ്ടോ? നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രസ്താവിക്കണം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന് ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് ആരോടാ പറഞ്ഞത്? നമ്മൾ പ്രസ്താവിക്കണം. ആത്മീയ സത്യങ്ങൾ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ, ഒരു വസ്തു പ്രവർത്തിക്കണമെങ്കിൽ അതിന് കുറച്ച് റിയാലിറ്റികളുണ്ട്. ഈ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് അവരറിയണം. അതുപോലെ ആത്മീയ യാഥാർത്ഥ്യങ്ങളും ദൈവീകമായ ആത്മീയമായ മണ്ഡലങ്ങളിലേക്ക്, അവിടുത്തെ സത്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. യോഹന്നാൻ 8:32 വാക്യം വായിക്കാം. യോഹന്നാൻ 8 32 വാക്യം. ആ വാക്യം എല്ലാവരും വായിച്ച് കേട്ടാട്ടെ. കർത്താവ് പറഞ്ഞ വാക്യം: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നമ്മൾ സത്യം അറിയണം, സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. വചനസത്യങ്ങൾ എന്താണ് വെളിപ്പെടുത്തുന്നത്? ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തും. നാം ആരാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്, നമ്മുടെ സത്വം എന്താണ് എന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് ബോധ്യം തരും. നാം എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരും. നമ്മുടെ ചുറ്റും പ്രചരിക്കുന്ന നുണകളെക്കുറിച്ച് ഇത് നുണയാണ്, ഇത് സത്യമാണ് എന്ന ബോധം നമുക്ക് തരും. നമ്മൾ ഒത്തിരി സാംസ്കാരികമായ കൺഫ്യൂഷനിലാണ് ഇന്ന് ജീവിക്കുന്നത്. ആ കൺഫ്യൂഷനൊക്കെ മാറ്റിത്തരും. ഇത് മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന്. അജ്ഞരാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച്, ഒരു പൗരൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അജ്ഞരാണെങ്കിൽ അത് നമ്മൾ പ്രാപിക്കാതെ, അത് സ്വീകരിക്കാതെ ജീവിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ സ്വീകരിക്കുകയും അത് ഗ്രഹിക്കുകയും അത് പ്രസ്താവിക്കുകയും അത് ഇഫക്റ്റിൽ, ഫലത്തിൽ വരികയും വേണം. അത് ഫലത്തിൽ വരികയും വേണം. മത്തായി സുവിശേഷം 4 വാക്യം. കർത്താവ്, ആ വാക്യം നമുക്കറിയാം. കർത്താവ് എങ്ങനെയാണ് പിശാചിനോട് എതിർത്ത് നിന്നത്? 3 ഘട്ടങ്ങളിലും 3 പരിശോധനകളിലും അല്ലെങ്കിൽ പരീക്ഷകളിൽ കർത്താവ് എങ്ങനെയാണ് എതിർത്ത് നിന്നത്? എങ്ങനെയാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, എല്ലാം പ്രധാനപ്പെട്ടതാണ്, എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം കർത്താവ് എങ്ങനെയാണ് ആദ്യത്തെ പരീക്ഷയോട് നേരിട്ടത്? എങ്ങനെയാണ്? എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനോട് പ്രതിരോധിച്ചു. വീണ്ടും ഞാൻ പറയട്ടെ, എഴുതിയിരിക്കുന്ന സത്യങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനോട് പ്രതികരിച്ചു. ഫീലിങ്സ് അല്ല, തോന്നലുകളല്ല നമ്മളെ നടത്തേണ്ടത്, സത്യങ്ങൾ നമ്മളെ നടത്തണം. എഴുതിയിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എഴുതിയത് എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണ്ടേ? എഴുതിയത് എന്താണെന്ന് ഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് തക്ക സമയത്ത് ഉപയോഗിക്കാനുള്ള ജ്ഞാനം നമുക്ക് വേണ്ടേ?
അത് തക്ക സമയത്ത് ഏറ്റുപറയാൻ നമുക്ക് കഴിയണ്ടേ? അത് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആത്മീയ സത്യങ്ങൾ അത് പ്രഘോഷിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മൈനുകളെക്കുറിച്ച് അറിയാം. പല മൈനുകളും ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ചിലപ്പോൾ ചവിട്ടുമ്പോഴായിരിക്കും ആക്ടിവേറ്റഡ് ആവുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മളോട് തന്നെ പ്രസ്താവിക്കുമ്പോൾ, നമ്മുടെ വായുമണ്ഡലത്തിൽ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, അതൊരു ചെറിയ സ്വരത്തിലാണെങ്കിൽ പോലും അത് ദൈവസന്നിധിയിൽ പ്രഘോഷിക്കുമ്പോൾ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് കാരണമാകും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആ ഭാഗം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. അത് വെറും തോന്നലല്ല, ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ലത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പക്ഷെ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിനെ ഡിക്ലെയർ ചെയ്യാൻ അതിന് തീർച്ചയായിട്ടും നമ്മൾ അവസരം കണ്ടെത്തണം. ദൈവവചനം ഉറക്കെ വായിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അല്ലെങ്കിൽ നമ്മുടെ കൈകളിലുമൊക്കെ വചനം എഴുതി വയ്ക്കുന്ന ഒരു ഔട്ട് ഓഫ് ഫാഷനായി മാറി. മാല പോലെ തൂക്കണമെന്നൊക്കെ വചനം പറയുന്നത് ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറി. പക്ഷേ ഇന്ന് മോഡേൺ കൺട്രീസിൽ പോലും കുഞ്ഞുങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ കീ ചെയിനുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് സമയത്ത് മറിച്ചു നോക്കാനും വചനം എപ്പോഴും അവരുടെ വിരൽത്തുമ്പിൽ, അത് പ്രഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അപ്പോൾ ഫെയ്ത്ത് സജീവമാകുന്നതിന് ഏറ്റുപറച്ചിൽ അനിവാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമാലേഖനം 10:10 വാക്യം എടുത്താട്ടെ. റോമാലേഖനം 10 അധ്യായത്തിൻ്റെ 10 വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും. അപ്പൊ ഏറ്റുപറച്ചിലിന്, ഫെയ്ത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വാ സംസാരിക്കുന്നത്. ഫെയ്ത്ത് ഒരിക്കലും പാസീവല്ല, അത് ആക്റ്റീവാണ്. നമ്മൾ വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? അത് പേഴ്സണലൈസ് ചെയ്യുകയാണ്. അത് നമുക്ക് നമ്മുടേതായി തീരുകയാണ്. ഏത് ഗാഡ്ജറ്റുകളും പേഴ്സണലൈസ് ചെയ്യുമെന്ന് പറയാറുണ്ടല്ലേ? നമ്മുടെ സമ്മതം ചോദിക്കാറുണ്ട്. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വിശ്വാസം അങ്ങനെ തന്നെയാണ്. അത് പേഴ്സണലൈസ് ചെയ്യാൻ നമ്മുടെ പ്രസ്താവനകൾ നിർണായകമാണ്. ഇടക്കാലത്ത് തന്നെ ജോസഫ് അങ്കിൾ ഓർമ്മിപ്പിച്ചൊരു കാര്യം ഞാൻ വർഷങ്ങളായി ചിന്തിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, നമ്മൾ പാരമ്പര്യ സഭകളിലൊക്കെ ആയിരിക്കുമ്പോൾ ഉണ്ടായൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രഖ്യാപനം അതെല്ലാവരും യാന്ത്രികമായിട്ട് പറയുന്നവരുണ്ട്, വളരെ ശക്തമായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ പ്രിയ ജോസഫ് അങ്കിള് ആ കാര്യം പറഞ്ഞു, അത് പ്രാധാന്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മറുപടി തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതാണ്.
നമ്മൾ വിശ്വസിക്കുന്ന സത്യത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എഴുതി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അത് വചനാടിസ്ഥാനത്തിലുള്ള പ്രമാണങ്ങളായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് പോലുമുള്ള ഒരു മറുപടിയായി അത് വരികയാണ്. ഇത് നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കും. ഇത് നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും വാസ്തവത്തിൽ ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നതിന് കാരണമായി തീരുമെന്ന് വചനം പറയുന്നു. അപ്പോൾ വിശ്വാസം അത് ഡിക്ലെയർ ചെയ്യണം. അത് പ്രഖ്യാപിക്കുമ്പം ഫെയ്ത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതിന് പ്രാധാന്യമില്ലെന്ന് കാണരുത്. തെറ്റായ കാര്യങ്ങൾ ഏറ്റുപറയണമെന്നല്ല, വചന സത്യങ്ങൾ ഏറ്റുപറയണം. ഇത് നമ്മളോട് പറയണം. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ നടുവിലാണെങ്കിലും ആത്മീയ സത്യങ്ങൾ ഏറ്റുപറയുന്നത് ഇരുളിൻ്റെ ശക്തികൾ നീങ്ങുന്നതിന് കാരണമാണ് പ്രിയരെ. ഇത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാണ് പ്രിയരെ. അതിനായി നമ്മൾ മനസ്സ് വയ്ക്കുമോ? നമ്മളോട് തന്നെ പറയുമോ? ചില ആഴ്ചകൾക്ക് മുമ്പല്ലേ കർത്താവിൻ്റെ ദാസൻ സിജി ജോൺസ് ഇവിടെ വന്നത്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞ കാര്യമാണ്. ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നത് എന്തായിരുന്നു? ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ, ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നത് എന്തായിരുന്നു? ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭീതിയായിരുന്നു. ആർക്കും കീഴടക്കാൻ പറ്റാത്ത ഈ മല്ലനെക്കുറിച്ചുള്ള ഭീതിയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദാവീദ് തന്നോട് പറഞ്ഞ മറുപടി എന്തായിരുന്നു? അത് താൻ പറയുകയുണ്ടായി. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം എത്ര പ്രധാനപ്പെട്ടതാണ്. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന്, അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് അത് അനിവാര്യമാണ് എന്ന സത്യത്തെ ദൈവവചനം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് പറഞ്ഞത് ആ ഭാഗത്ത്? വായിച്ചാട്ടെ, 1 ശമൂവേലിന്റെ പുസ്തകം 17:45 വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 17:45. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഓക്കെ, നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. നമ്മുടെ വെല്ലുവിളികളോട്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാറാത്ത മല്ലന്മാരോട് നമ്മൾ പറയേണ്ടത് ഇതാണ്: കർത്താവിൻ്റെ നാമത്തിൽ, സകല നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ നാമത്തിൽ, സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന യേശുവിൻ്റെ നാമത്തിൽ അപ്പാ കൃപ തരണമേ. ഈ നാമത്തിലാണ് ഞാൻ വരുന്നത്. മാറിപ്പോകാത്തതെന്തും ഏതു മലകളും വേരോടെ പിഴുതുപോകുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കും. അപ്പോൾ യു കീപ് പ്രൊക്ലെയിമിങ് ഇറ്റ്. മല്ലന്മാർ പലവിധമാണ്. അന്ന് ഗോലിയാത്ത് എന്ന മല്ലനാണ് എങ്കിൽ ഇന്ന് ഒരുപാട് തരങ്ങളിലും രൂപങ്ങളിലുമുള്ള മല്ലന്മാർ പല ഭാവങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു.
അതിനെ നേരിടാൻ കർത്താവിൻ്റെ നാമത്തിൽ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അതിനെ നേരിടാൻ നമുക്ക് കഴിയും. ഇത് നമ്മളുടെ പ്രസ്താവന ദൈവവചന സത്യമാണെങ്കിൽ, ദൈവവചനത്തിൻ്റെ സത്യത്തെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. നെഗറ്റീവ് എനർജികളെ ദൂരെ എറിയുന്ന ഒരാത്മീയ ബലം അവിടെ വ്യാപരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കൊച്ചുബാലന് ഈ മഹാമല്ലനെ എങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയും? എല്ലാ കാലഘട്ടത്തിലും കാർട്ടൂണുകളിൽ അടക്കമുള്ള ഒരു കഥാപാത്രമാണത്. ഹല്ലേലൂയ. വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളത് പ്രഘോഷിക്കണം, അത് ഏറ്റുപറയണം. ചില ഘട്ടങ്ങളിൽ അത് അനിവാര്യമാണ്. സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞോ കർത്താവ്? സത്യം പറഞ്ഞിട്ട്, എഴുതിയ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറയാനുള്ള ധീരതയും കൃപയും ദൈവം ഒരു ബലഹീന വിശ്വാസിക്ക് പോലും നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞാണെന്ന് പോലും നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ വിശ്വാസത്തിൻ്റെ വചന സത്യത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുമ്പോഴുണ്ടല്ലോ, ഇരുളിൻ്റെ ശക്തികൾ വിറയ്ക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ആത്മീയ സത്യങ്ങൾ, അടുത്ത യാഥാർത്ഥ്യം. ആത്മീയ സത്യങ്ങൾ നമ്മുടെ ആയുധങ്ങളാണ്. നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മുടെ ആയുധമാണ്. അല്ലെങ്കിൽ വചന സത്യങ്ങൾ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ ആയുധമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ശ്രദ്ധയോടെ ദൈവവചനത്തിലൂടെ നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദൂതാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കട്ടെ. 6:17 എന്താണ്? രക്ഷയെന്ന ശിരസ്ത്രവും, അതല്ല ഞാൻ വിശദീകരിക്കുന്നത്, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. ഈ വാള് ചുരുട്ടിപ്പിടിച്ച് ഉറയിലിട്ട് വെക്കാനല്ല. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ലേസർ ഗണ്ണിനെ കുറിച്ചൊക്കെ പോളിന് അന്ന് അറിവുണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് യൂസ്ഡ് ദാറ്റ്. കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പല ചുമ്മാ ഈ വെടിയുണ്ട ഇടുന്ന ഗണ്ണൊന്നും അല്ലല്ലോ ഇപ്പം ലേസർ ഗണ്ണുകളൊക്കെ. that doesn't take much അല്ലേ to destroy. ആത്മാവിൻ്റെ വാളുന്നതിന് പകരം ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും പവർഫുള്ളായ ഒരു അനാലജി ഉപയോഗിക്കുമായിരുന്നു എന്ന്. പക്ഷേ ഇത് പൂട്ടിക്കെട്ടി വെക്കാനുള്ളതല്ല, ഇത് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ നിരന്തരമായ ഒരു പോരാട്ടത്തിലാണ്. നമ്മൾ നിരന്തരമായൊരു യുദ്ധത്തിൽ തന്നെയാണ്. നമുക്ക് ഈ യുദ്ധത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളെ ഓർപ്പിച്ച ഒരു കാര്യമാണ്, നമ്മൾ ശത്രു രാജ്യത്ത് ആണ് ജീവിക്കുന്നത് എന്ന കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. നമ്മൾ ശത്രു രാജ്യത്ത് ജീവിക്കുകയാണ്. പക്ഷെ വെറുതെ നമ്മളെ വിട്ടുകളയത്തില്ല. നമുക്ക് ഡിവൈൻ എസ്കോട്ടുകളും ഡിവൈൻ പ്രൊട്ടക്ഷനുകളും നമ്മൾ അറിഞ്ഞോ അറിയാതെയും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു.
അപ്പം ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നവർ അവരുടെ ആയുധം ഒരിക്കലും അടക്കി വയ്ക്കത്തില്ല. ഇത് ലിറ്ററലായി ആരെങ്കിലും കേൾക്കുമ്പം ആളുകൾ തെറ്റിദ്ധരിക്കും. നമ്മൾ ക്രിസ്ത്യൻ ചർച്ചിൽ വാളിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇത് ഭൂമിയിലെ വാളിനെക്കുറിച്ചോ കുന്തത്തെക്കുറിച്ചോ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത് എന്ന് യൂട്യൂബിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്ന് പറയുകയാണ്. ഇത് അദൃശ്യ ലോകത്ത് നടക്കുന്ന, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ലോകത്ത് നടക്കുന്ന പോരാട്ടമാണ്. അവിടെ ഈ ലോകത്തിലെ ഒരായുധം കൊണ്ടും നടക്കില്ല. ഈ ലോകത്തിലെ ഒരായുധം കൊണ്ടും കീഴടക്കാൻ പറ്റില്ല. അതിന് ഡിവൈൻ വെപ്പൺസ് നമുക്ക് വേണം. അപ്പോൾ ആ ഡിവൈൻ വെപ്പൺസ് ആണ് ഇവിടെ പറഞ്ഞതെങ്കിൽ ഈ ഡിവൈൻ വെപ്പൺസിൻ്റെ കൂട്ടത്തിൽ ഒഫൻസീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വെപ്പണാണ് വാസ്തവത്തിൽ ഈ ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനം. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ദി ഓൺലി ഒഫൻസീവ് വെപ്പൺ. ആൻഡ് വുഡ് യു യൂസ് ഇറ്റ്? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സാഹചര്യത്തിലും ഈവൻ നിങ്ങളുടെ സഹോദരനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ വാൾ ഉപയോഗിക്കാൻ കഴിയും. ആ വാള് നമ്മൾ ഉപയോഗിക്കുമോ? ദുഷ്ടൻ്റെ നുണകൾക്കെതിരെ നമ്മൾ ഈ വാള് ചുഴറ്റണം. ദുഷ്ടൻ്റെ നുണകളിലാണ് പിശാചിൻ്റെ ശക്തി ഇരിക്കുന്നത്. ഈ നുണകൾക്കെതിരെ നമ്മൾ ഈ വചനം ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുന്ന ഈ നുണകളെ നമ്മൾ നേരിടുമ്പോൾ, ദൈവവചന സത്യത്തിന് മാത്രമേ അതിനെ മുറിച്ച് കളയാൻ പറ്റത്തുള്ളൂ. അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയൂ. നാം ഈ വചനസത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തിൽ ഈ വാള് ചുഴറ്റുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ലേസർ ഗൺ എടുത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ സത്യത്തിൽ അവിടെ എന്തോ സംഭവിക്കുന്നത്? സത്യത്തിൽ ഇരുളിൻ്റെ ശക്തിയെ നമുക്ക് പുഷ് ചെയ്യാൻ കഴിയും. നമ്മുടെ തലമുറകളോട് മന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിലെ നുണകളെ അതിജീവിക്കാനായിട്ട് ദൈവവചനത്തിൻ്റെ ബുള്ളറ്റുകൾ, ദൈവവചനത്തിൻ്റെ ശക്തിയുള്ള വാള് ചുഴറ്റാൻ അവരുടെ കൈകളിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരടിസ്ഥാന കാരണം അതാണ് എൻ്റെ പ്രിയരെ. അതുകൊണ്ട് ആത്മീയമായി അവരെ പരിചരിക്കാനും വളർത്താനും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് സഭയായി, കുടുംബങ്ങളായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നാം അത് പ്രഖ്യാപിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, ഇരുളിൻ്റെ ശക്തിയുടെ മേൽ നമുക്കൊരു മേൽക്കോയ്മ ലഭിക്കുകയാണ്. ഇരുളെന്ന് പറയുന്നത് ഇന്നത്തെ സാംസ്കാരികമായ കൺഫ്യൂഷൻ പോലും, തെറ്റായ മൂല്യങ്ങളുടെ പ്രചരണം പോലും ഒരു ഇരുളാണ്. കാലഘട്ടം നമ്മളോട് മന്ത്രിക്കുന്ന നുണകളാണ്. ഇതിനെ എല്ലാം നേരിടാൻ, പുഷ്ബാക്ക് ചെയ്യാൻ നമുക്ക് ദൈവവചനത്തിൻ്റെ ശക്തി അനിവാര്യമാണ്. നമ്മൾ ഈ സാഹചര്യത്തിൽ, ഈ കാലങ്ങളിൽ നമുക്ക് ഏറ്റവും തോന്നുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? കണ്ടംനേഷൻ എന്നൊരു പ്രശ്നമാണ്. നമുക്ക് കണ്ടംനേഷൻ തോന്നി, അയ്യോ, ഒത്തിരി. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പയ്യൻ എറണാകുളം പട്ടണത്തിൽ നിന്ന് വിളിക്കുകയുണ്ടായി. അനാഥ മന്ദിരത്തിൽ വളർന്നു. 21 വയസ്സ് പ്രായമുണ്ട്. അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. അദ്ദേഹം വിളിച്ച് പറഞ്ഞത്, എനിക്ക് ചില സമയങ്ങളിൽ എൻ്റെ ജീവൻ എടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്തിന് എന്നൊരു തോന്നൽ.
ഇതാ കണ്ടംനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടംനേഷൻ. അദ്ദേഹത്തോട് സംസാരിക്കാൻ, അദ്ദേഹത്തിനൊരു വഴി തുറന്നു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ. 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു അനാഥാലയത്തിൽ വളർന്നു. ആ അനാഥാലയമൊന്നും ഇന്നില്ല. സ്വന്തമായി ചെറിയ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രയാസത്തിൽ തനിക്ക് തന്നെ തന്നെ എടുത്തു കളയത്തക്ക വണ്ണമുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. പലപ്പോഴും നമ്മളടക്കം പറയാറില്ലേ, എന്തിനാണ്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല, എനിക്ക് ജയിക്കാൻ പറ്റില്ല, എനിക്ക് നന്നാവാൻ പറ്റില്ല. ഞാൻ പോയി, നശിച്ചു, ഇന്നിത്യാദി വാക്കുകൾ ഓരോരോ വിധങ്ങളിൽ നമ്മൾ പറയാറില്ലേ എൻ്റെ പ്രിയരെ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വചനം എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു ഫീലിങ്ങിൽ നമ്മൾ താണിരിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കേണ്ട, പ്രഖ്യാപിക്കേണ്ട ഒരു വാക്യം ഞാൻ പറയാം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. വായിച്ചിട്ട് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇത് കണ്ടംനേഷൻ്റെ, നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ അങ്ങനെ ലോയായിരിക്കുമ്പം നമ്മളെ കണ്ടം ചെയ്യാതെ, നമ്മളെ വിധിച്ചു തള്ളാതെ, നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന സത്യം. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ മടങ്ങിച്ചെന്നാൽ അവിടെ ഒരു ദാസനായിട്ടെങ്കിലും എനിക്ക് ജീവിക്കാം എന്ന ബോധം നമ്മെ ധൈര്യപ്പെടുത്തും, നമ്മളെ കണ്ടംനേഷനിൽ നിന്ന് വിടുവിക്കും. സ്വയം വിധിച്ച് തള്ളണ്ട, എനിക്കിനി രക്ഷയില്ലെന്ന് പറയണ്ട. നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നു. ഇത് നമ്മൾ വചനസത്യമാണെങ്കിൽ, ഇത് വചനസത്യമാണെങ്കിൽ എന്നല്ലാണ്, അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഫെയ്ത്ത് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്, വിശ്വാസം സജീവമാകും. ദൈവവചന സത്യങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമോ? ഇങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ നമ്മളോട് ചോദിക്കുന്നു. ദൈവവചന സത്യങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അടുത്തൊരു സത്യം കൂടെ, 1-2 കാര്യങ്ങളുടെ വേഗത്തിൽ ഞാൻ പറയാം. ഇത് നമ്മുടെ മനസ്സിനെ പുതുക്കുമെന്നുള്ളതാണ്. എന്താ? ദൈവവചന സത്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ നമ്മുടെ മനസ്സിന് പുതുക്കം ഉണ്ടാവുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് വചനം പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? റോമാലേഖനം 12-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ വാക്യം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഈ കാഴ്ചപ്പാടിൽ നോക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇനി അതിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചെന്ന് പറയുന്നത് ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മെർസി എന്നാണ്. ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് ഇത് പറയുന്നത്. നമ്മളാണെങ്കിലോ പറയുന്നത് എന്താ? എങ്ങനെയാണ്? ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് റാത്ത് എന്ന് എഴുതി ചേർത്തതായിരുന്നു.
ദൈവത്തിൻ്റെ റാത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അതാണിത് പറയുന്നത്, ദൈവത്തിൻ്റെ മേഴ്സിയുടെ അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ശരീരം. ഇനി അത് വായിച്ചേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നന്മയും ദൈവവചനം എങ്ങനെയുള്ളതാണ്? ദൈവഹിതം എങ്ങനെയുള്ളതാണ്? നന്മയുള്ളതാണ്, പറഞ്ഞാട്ടെ, പ്രസാദമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. ഇത് മൂന്നുമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം അതാണ്. നന്മയുള്ളതാണ്, പ്രസാദമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. ഇത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇത് സംഭവിക്കുന്നത് ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മേഴ്സി ആണ്. ദൈവവചന സത്യം പ്രഘോഷിക്കുമ്പം ദൈവവചനം ദൈനംദിനം ധ്യാനിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ചിലത് നടക്കുന്നുണ്ട്. അത് മാതൃഭൂമി പത്രവും മനോരമ പത്രവും ഒന്നും വായിച്ചാൽ സംഭവിക്കില്ല. ആത്മീയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ചിലത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് നമ്മുടെ അകത്തെ മനുഷ്യന് ഷേപ്പ് മാറ്റം വരുത്തുന്നുണ്ട്, നമ്മളെ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്ക് നമ്മളെ സുന്ദരനും സുന്ദരിയുമാക്കാൻ വേണ്ടി കടയിൽ പോകാറില്ലേ? അതിനേക്കാൾ മനോഹരമാക്കി നമ്മളെ തീർക്കും. ഊണിലും ഉറക്കത്തിലും കൊക്കക്കോള കമ്പനി പണ്ടിറക്കിയ ഒരു സ്ലോഗൻ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവർ ക്രിക്കറ്റ് ഇന്ത്യ രാജ്യത്ത് കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് അവർ ആ സ്ലോഗൻ ഇറക്കിയത്. അത് ഇറക്കിയ സ്ലോഗൻ ഇങ്ങനെയാണ്: ഈറ്റ് ക്രിക്കറ്റ്, സ്ലീപ്പ് ക്രിക്കറ്റ്, ബട്ട് ഡ്രിങ്ക് ഓൺലി കൊക്കക്കോള. നിങ്ങൾ ക്രിക്കറ്റ് തിന്നോ, ക്രിക്കറ്റ് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ അങ്ങ് ഉറങ്ങിക്കോ, ക്രിക്കറ്റ് ധ്യാനിച്ചോണ്ട്, പക്ഷെ ഡ്രിങ്ക് ഓൺലി കൊക്കക്കോള. സോ ഇവിടെ ഞാൻ അതിനെ ഒന്ന് റീഫ്രേസ് ചെയ്യാണ്. ഇൻ ആക്ച്വലി വി മസ്റ്റ് eat the word, sleep the word, and drink the word. Then there is a shaping happening within us. അങ്ങനെ വരുമ്പോൾ എല്ലാ നെഗറ്റീവ് ഫോഴ്സുകളും മാറി വിശ്വാസം നമ്മിൽ കൈവരും. അതാണ് വിശ്വാസം. കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അവിടെയും പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ആരും അയക്കാതെ എങ്ങനെ? ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആരിലെങ്കിലുമൊക്കെ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അവിടെയൊക്കെ പുതുക്കം നടക്കും. അവിടെയൊക്കെ ആത്മീയ സൗന്ദര്യത്തിലേക്ക് നമ്മൾ നടക്കും. അവിടെയൊക്കെ കഴുകൽ നടക്കും. വചനം ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ ചിന്ത തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാൻ സമയമുണ്ടെങ്കിൽ പറയാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭയം മാറി വിശ്വാസം വരും. അത് കൊണ്ടുവരും. നമ്മുടെ നിന്ദകളും അപമാനങ്ങളും മാറി അതിനു പകരം നമുക്ക് കൃപ വ്യാപരിക്കും. കൃപ നമുക്ക് നൽകും. നമ്മുടെ നുണ, നമ്മളോട് ശത്രു മന്ത്രിച്ച എല്ലാ നുണകളും മാറി അതിന് പകരം നമ്മുടെ ഉള്ളിൽ
ദൈവവചനത്തിൻ്റെ സത്യമായ വാഗ്ദത്തങ്ങൾ നിറയും. വാഗ്ദത്തങ്ങൾ നിറയും. നുണകൾ മാറി വാഗ്ദത്തങ്ങളാൽ, സത്യങ്ങളാൽ നിറയണം. നമ്മുടെ നിന്ദകളും അപമാനങ്ങളും മാറി അവിടെ കൃപ വ്യാപരിക്കണം. നമ്മുടെ ഭയം മാറി, അല്ലെങ്കിൽ കാഴ്ചയാലുള്ള ജീവിതം മാറി വിശ്വാസത്താലുള്ള ജീവിതം വ്യാപരിക്കണം. ഇതാണ് ആത്മീയ സത്യങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെ മനോഹാരിതയെക്കുറിച്ചാണ് ഞാൻ നമ്മളോട് സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറയാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വായിച്ചാട്ടെ അടുത്തത്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. യെസ്, അടുത്ത വാക്യം. അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും ഇതധികമായി പറഞ്ഞാട്ടെ. കൂട്ടായ്മയുടെ പ്രാധാന്യം ഇവിടെ ഗ്രഹിക്കുന്നുണ്ടോ? ഇത് അധികമായി 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 ചെയ്യണം. അത് ചെയ്യേണ്ടതാകുന്നു. ഇതൊരു പവർഫുൾ ഇൻസ്ട്രക്ഷനാണ്. ആത്മീയ സത്യങ്ങൾ മറ്റുള്ളവരെ ശക്തീകരിക്കും. നാം പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ളവരെ ശക്തീകരിക്കും. അത് സഭയുടെ അനിവാര്യത, കൂട്ടായ്മയുടെ ആവശ്യകത അതാണ്. കൂട്ടായ്മ ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായി ക്ഷീണിക്കും. 1000 പേരോ 10000 പേരുടെ കൂട്ടായ്മയൊന്നും വേണ്ട. 2 പേർ, അതായത് 2-3 പേർ എന്ന് പറയുന്നത്, അതാണെങ്കിലും മതി. അങ്ങനെ കൂട്ടായ്മ കൂടാനെങ്കിലും നമ്മൾ ശുഷ്കാന്തി കാണിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ പ്രിയരെ, വാക്കുകൾക്ക് ശക്തിയുണ്ട്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന തെറ്റായി പറഞ്ഞ വാക്കുകൾ പോലും പലപ്പോഴും അതൊരു നെഗറ്റീവ് ഇഫക്റ്റായിട്ട് കുഞ്ഞുങ്ങളുടെ മേലൊക്കെ കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഭക്തൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്നെ അടുത്ത സമയത്ത് വളരെ ടച്ച് ചെയ്തത്, കർത്താവേ, എൻ്റെ വേദനകളിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയ വാക്കുകളുടെ ശക്തിയെ ക്ഷയിപ്പിക്കണമേ എന്ന്, അതിനെ ഇല്ലായ്മ ചെയ്യണമേ എന്ന്, അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. വേദനയിൽ അറിയാതെ നമ്മൾ ചിലത് പറയും, അല്ലേ? അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കണമേ എന്നൊരു നിമിഷം നമ്മളത് നമ്മൾ വി ഓൾ ആർ ഗിൽറ്റി ഓഫ് ദാറ്റ് സിൻ. നമ്മുടെ വേദനകളിലും ഫ്രസ്ട്രേഷനിലും നമ്മളോടും നമ്മളുടെ കുഞ്ഞുങ്ങളോടും നമ്മൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും പറഞ്ഞു പോയ ചില തെറ്റായ വാക്കുകളുണ്ട്. അതുപോലും the devil uses, not God, as an instrument against us. നമുക്കെതിരെയുള്ള ഒരു ആരോപണമായി പിശാച് ഉപയോഗിക്കും. എനിക്കിനി രക്ഷയില്ല എന്ന് തുടങ്ങിയ വാക്കുകൾ പോലും, നോ, കർത്താവ് ജീവിക്കുന്നു, എനിക്ക് രക്ഷയുണ്ട്. വചനസത്യമാണ് പ്രഘോഷിക്കേണ്ടത്. അതുകൊണ്ട് തെറ്റായി പറഞ്ഞ വാക്കുകളുടെ ശക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ ദഹിപ്പിച്ച് കളയണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ വചനസത്യങ്ങൾ പ്രഘോഷിക്കുമ്പോൾ അത് സഭയെ ശക്തീകരിക്കും. ഹല്ലേലൂയ. അതൊരു സാക്ഷ്യമായി തീരും. നമ്മൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ മറ്റൊരാളുടെ ഹൃദയത്തെ അത് എത്ര ബലപ്പെടുത്തുമെന്നറിയാം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം കൂടി അതാണ്.
അതുപോലും അവരുടെ ജീവിതത്തിലൊരു വിശ്വാസത്തെ ജനിപ്പിക്കാൻ, അവരെ ശക്തീകരിക്കാൻ, കർത്താവിനോട് കൂടെ നടക്കാൻ, സഹിഷ്ണുതയിൽ ജീവിക്കാൻ, അങ്ങനെ ദൈവം നാമം മഹത്വപ്പെടുന്നതിന് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് ഞാനിവിടെ നിർത്തുമ്പം നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ തീരുമാനം എന്തായിരിക്കണം? കർത്താവേ, ഞാൻ സത്യം മനസ്സിലാക്കി ചുമ്മാ പൂട്ടിവെക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല, ഞാനത് എന്നോട് അപ്രോപ്രിയേറ്റായ സാഹചര്യങ്ങളിൽ ആ ആത്മാവിൻ്റെ വാള് തക്ക സമയത്ത് ഉപയോഗിക്കാൻ ദൈവമേ എനിക്ക് കൃപ തരണം. അത് എൻ്റെ ജീവിതത്തോടാണെങ്കിലും എൻ്റെ സഭയോടാണെങ്കിലും അത് ഉപയോഗിക്കാൻ എനിക്ക് കൃപ തരണം. അങ്ങനെ ഞാൻ ജീവിക്കും കർത്താവേ. അങ്ങനെ സത്യത്തിൽ ജീവിക്കാൻ എനിക്ക് അവിടുന്ന് കൃപ തരണമേ. വളരെ വിശ്വസ്തയോടെ അത് പ്രഘോഷിക്കാൻ, ധീരതയോടെ പ്രഘോഷിക്കാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഇനി നിങ്ങളോട് ഇതിൻ്റെ തുടർച്ച പറയും. അത് ഇനി അതായിരുന്നു സത്യത്തിൽ. അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളോട്, നമ്മുടെ പരിതസ്ഥിതിയോട് നമ്മൾ ഉറക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കേണ്ട ആത്മീയ സത്യങ്ങളുണ്ട്. ഇൻക്ലൂഡിങ് ദ ക്രീഡ്, നമ്മുടെ വിശ്വാസ പ്രമാണം അടക്കം. വാട്ട് യു ബിലീവ്, സത്യമായി അത് ഏറ്റുപറയുമ്പം വ്യാപരിക്കുന്ന വലിയ വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്, നുണകളുടെ വാനിഷിംഗ് ഉണ്ട്, വഞ്ചനകളുടെ നീങ്ങിപ്പോകലുണ്ട്, ആത്മീയമായി ശക്തി പ്രാപിക്കുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ നിത്യവചനത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വചനത്തിലുണ്ടെന്നാണ്. ഇറ്റ് ഈസ് ഇൻ ദ വേർഡ്. ഈവൻ വിജയങ്ങൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ, അത് ഏറ്റുപറയാൻ, അത് വിശ്വസിച്ച് ഏറ്റുപറയാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുക്കാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസവും പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ക്വയറ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ എല്ലാ OMലും യുവിലും ഒക്കെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാനതിനൊരു പുതിയ വേർഡ് ഇടുകയാണ്. എല്ലാവരും പറയുന്ന മറ്റൊരു വാക്കായിരിക്കാം. ഞാൻ ക്വയറ്റ് ടൈം എന്നതിനേക്കാൾ ഉപരി ഗോഡ് ടൈം എന്നതിന് പേര് വിളിക്കുക. ടേക്ക് എനി ടൈം. അത് 5 മിനിറ്റ് ആണെങ്കിലും ടേക്ക് എ ഗോഡ് ടൈം. ഏത് ഗോഡ് ടൈം എടുക്കുമ്പോഴും വേർഡ് അതൊരു വാക്കാണെങ്കിലും മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം വചനമാണ് സത്യം, സത്യമാണ് വചനം, വചനമാണ് സത്യം. വചനം മാത്രമാണ് മായമില്ലാത്ത പാൽ. അതിലടിസ്ഥാനപ്പെട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഊണിലും ഉറക്കത്തിലും നമ്മൾ വചനം, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ, ദൈവശക്തിയും തിരുവഴുത്തും, തിരുവഴുത്തില്ലാത്തടത്ത് ദൈവശക്തിയില്ല. ഇത് രണ്ടും ഒരുപോലെ വ്യാപരിക്കാൻ ഏറ്റുപറച്ചിൽ, പ്രഖ്യാപനങ്ങൾ, സത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അത് അനിവാര്യമാണ് എന്ന സത്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഇന്നെൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എല്ലാവരും ഉറക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചിലപ്പം ഉറക്കെ പറയാനുള്ള ബലമില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിച്ചാലും മതി. പക്ഷെ ഉറക്കെ പറയാൻ ബലമുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ അന്തരീക്ഷത്തിൽ അത് കേൾക്കും. അത് ജീവൻ പകരുന്നതാണ്. വചനചിന്തകൾ നമുക്ക് തുടരാം. ദൈവത്തിൻ്റെ നിത്യമായ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എൻ ദൈവമേ, തിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ പൂർണ്ണമാകുവാൻ പൂർണ്ണതയുള്ള ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ.